ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെവിടെയാണ്? നമ്മൾ ഇഷ ടെമ്പിൾ കാണാൻ പോയിട്ടാ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ്. ഇപ്പോൾ നോക്കിയേ, ഞാൻ എന്ത് ഹാപ്പിയാണെന്നറിയോ? ഇഷയിൽ മാത്രമല്ല കേട്ടോ നമ്മൾ പോണത്. നമ്മൾ പാപ്പൻ്റെ മോളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാം. അതുമാത്രമല്ല, അവിടെ ക്ലാസ് കഴിഞ്ഞു, 5 ഇയർ ക്ലാസ് കഴിഞ്ഞു. ലാസ്റ്റ് എക്സാം 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ അതിന് മുന്നേ അവളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അവളെവിടെയാണെന്നറിയോ? അവൾ പൊള്ളാച്ചിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചല്ലുള്ളൂ ഇഷയെന്ന് വെച്ചിട്ട് ചാടി പുറപ്പെട്ടതാട്ടാ ഞങ്ങളെല്ലാവരും. അതുമാത്രമല്ല, ആങ്ങളെയും കൂടി ഉണ്ടായിരുന്നു. പകുതിക്ക് വെച്ചിട്ട് കാറ് നല്ല ടൈറ്റായപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് വീട്ടിൽ പോയിട്ടാ. അതുമാത്രമല്ല, അവൻ കാണാൻ പോയിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ ഫസ്റ്റ് ട്രിപ്പല്ലേ, പൊള്ളാച്ചിയിൽ നിന്ന് എടുത്താണ് ഇഷ എന്ന് പറഞ്ഞ കാരണമായിട്ടാണ് നമ്മൾ ചാടി പുറപ്പെട്ടത്. അവിടെ എത്തിയപ്പോഴുണ്ടോ മനസ്സിലായത്, അതും കഴിഞ്ഞൊരു 1.5 മണിക്കൂർ നമ്മൾ വീണ്ടും യാത്ര ചെയ്യണം. അതുമാത്രമല്ല കേട്ടാ, നമ്മളെപ്പോഴാണ് ഇറങ്ങിയെന്നറിയോ? ഒരു 1:30 സമയത്ത്. കാലത്തെങ്ങാനും പോയാൽ മതിയായിരുന്നു. ഇവർ പറഞ്ഞു 2.5 മണിക്കൂർ യാത്ര ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ ലൈറ്റ് കാണാം, ബാക്കിയുള്ള യോഗ സെൻറ്ററും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വെച്ചിട്ട് ഞാൻ സാരിയൊക്കെ കൊടുത്ത് ചാടി തുള്ളി ഇറങ്ങിയിട്ടാ. അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ആ കുണ്ടാമണ്ടിയൊക്കെ ചുറ്റി ഞാൻ ഇറങ്ങിയത്. പോണ വഴിക്ക് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വാവ കിടക്കുന്നുണ്ടാ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? വാവ ഇങ്ങനെ കിടക്കണ ഒരു മനുഷ്യനേ അല്ല. അവന് വയ്യ, അവൻ കാലത്തൊട്ട് ഭയങ്കര ഛർദി, പിന്നെ പനിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ തീരുമാനിച്ചതല്ലേ, അത് കാരണമായിട്ടാണ് നമ്മളിന്ന് ഇഷയിലേക്ക് പോണത്. അപ്പോൾ നമ്മൾ എവിടെ എത്തി? ഇനിയിപ്പോൾ തുരങ്കം കയറാൻ പോവാം. അതിന് മുന്നേ ഇങ്ങനെ കുറച്ച് പച്ചപ്പിൻ്റെ മലകളൊക്കെ കണ്ട. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അബേട്ടൻ പറഞ്ഞു തന്നു. പശ്ചിമഘട്ടമാണ്, കാറ്റ്, കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ അത് തടഞ്ഞു നിർത്തുന്നൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുരങ്കാനല്ലല്ലോ, മറ്റേ ടണലിൽ കയറി, കുതിര ടണലിൽ കയറി തെറ്റിപ്പോയതാട്ടാ. അപ്പോൾ ടണലിൽ ഇപ്പോൾ വെളിച്ചൊക്കെ വന്നിട്ട് നമ്മൾ അന്ന് ഇത് ഓപ്പൺ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം നമ്മളിത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വീണ്ടും ഈ ഒരു യാത്ര ചെയ്യുന്നത്. അയ്യോ, യാത്ര ചെയ്യുമ്പോൾ ഞാൻ പുറപ്പെട്ട ആൾക്കാരെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. മാമിൻ്റെ, കിച്ചുണ്ട്, ബാക്കിലിരിക്കുന്ന അമ്മാട്ടാ, പിന്നെ അബിയേട്ടൻ, ഞാനും. അപ്പോൾ സൈഡിൽ കിടന്ന് ഉറങ്ങി. അപ്പോൾ പിന്നെ വണ്ടി ഓടിക്കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ കിടന്നുറങ്ങും. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ടോൾ കിട്ടി. ഇത് പന്നിയേങ്കര ടോള്. നമ്മൾ പിന്നെ ഫാസ്ടാഗ് നമ്മൾ റീചാർജ് ചെയ്ത കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോവാം. മഴ പെയ്തു എന്ന് പറഞ്ഞില്ല, അത് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മഴ. അത് കഴിഞ്ഞിട്ട് എന്തായാലും അവളുടെ അടുത്തേക്ക് പോവല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിക്കണ്ടേന്ന് വെച്ചിട്ട് നമ്മളൊരു ബേക്ക് ഹൗസിൽ കയറിയിട്ട് കുറച്ച് സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ അവൾക്ക് മേടിച്ചിട്ട് അവൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചക്ക കൂട്ടിയിട്ട് വിൽക്കണത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കണ്ടത് ആദ്യമായിട്ടാ. എന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങളിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചക്ക കൂട്ടിയിട്ട് കൊടുക്കണ്. നമുക്കൊന്നും വേണ്ടാത്തതാണ്, അല്ല നമ്മൾ കണ്ട് ഇതാക്കിയതല്ലേ, കുറേ പേർക്ക് ഇല്ലാത്തതായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ തമിഴ്നാടും പാലക്കാടും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡെസ്റ്റിനിൽ എത്തിയത് മാത്രം. അവൾ ലൊക്കേഷൻ അയച്ചെന്നത് നമുക്ക് തെറ്റിപ്പോയി. നമ്മൾ 1-2 വട്ടം ഒന്നും കൂടി കറങ്ങി ലാസ്റ്റിന് കേട്ടാ അവളുടെ PG ഹൗസിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവളായിട്ട് സംസാരിച്ചു. ആ കാണുന്നതാണ് നന്ദു. അവളുടെ പെട്ടിയും കിടക്കൊക്കെയാണ് നമ്മൾ എടുത്തുകൊണ്ട് പോരുന്നത്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സാട്ടാ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ കിച്ചു വീഡിയോ എടുക്കല്ലേ, ഞങ്ങൾ ഭംഗിയിലൊന്നല്ല നിൽക്കണേ. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരെവിടെ അങ്ങനെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഒരു വെക്കേറ്റ് ചെയ്യാൻ പോലെ. അപ്പോൾ നോക്കിയേ, ഞങ്ങൾ കുറച്ച് സമയം മാത്രം അവിടെ നിന്നുള്ളൂ കേട്ടോ. പിന്നെ മനസ്സിലായി ഇതെന്തായാലും പണി പാളും. ഇനിയിപ്പോൾ ഇഷ എത്തി. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഉണ്ടോ 1.5 മണിക്കൂർ. ഈ വ്യക്തി പറഞ്ഞത് കേട്ടോ, ഈ നന്ദു പറഞ്ഞതിന് പൊള്ളാച്ചിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന്, 1/2 മണിക്കൂറുള്ളൂ എന്ന്. എവിടെ നോക്കിയപ്പോൾ 1.5 മണിക്കൂർ. അഭിയേട്ട എന്നിട്ട് അത്യാവശ്യം സ്പീഡിലില്ല, എന്നാലും കുഴപ്പമില്ലാത്ത നല്ല റോഡും കാര്യങ്ങളാട്ടാ. അത് പറയത്തക്ക എന്താ പറയുക, പറയാൻ പറ്റില്ല. അത് അത്രയും നല്ല സൂപ്പർ റോഡായ കാരണം നമ്മൾ ഇരുട്ടാവണേറ്റ് മുന്നേ അവിടെ എത്തി. നമ്മൾ യോഗ സെൻറ്ററിലേക്ക് ഒന്നും പോയില്ല കേട്ടോ. യോഗ സെൻറ്ററിലേക്ക് പോകുമ്പോഴൊക്കെ നേരം വൈകും. ഇനി ഒരു ദിവസം കാലത്ത് പോകാമെന്ന് പറയുന്നുണ്ട് അഭിയേട്ടൻ. എന്നിട്ട് എനിക്ക് കുറേ ചീത്തയും കിട്ടും. ഞാനാണെങ്കിൽ 1.5 സമയമാക്കിയതേ. അങ്ങനെ നമ്മൾ ശിവൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ശിവൻ്റെ അവിടെ എത്തുമ്പോഴേക്കും നമുക്കിങ്ങനെ രോമാഞ്ചം വരുന്നറിയില്ലേ, അതേ ഒരു ഫീലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വൃത്തികെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ കാർ പാർക്കിംഗ്, അത് മര്യാദയ്ക്കൊരു കറക്റ്റ് പറഞ്ഞു തരാനാ ആകെ കട്ടൻ കൂട്ടൻ ബഹളമൊക്കെ ആയിരുന്നു. അതുമാത്രം മെയ്ഡേലായിരുന്നേ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയേ, ഞാൻ പറഞ്ഞു വെറുതെ ഈ സാരിയൊക്കെ കെട്ടിച്ചോമെന്ന് വന്നു. എവിടെ ചൊവ്വിനൊരു വീഡിയോ പോലും കിട്ടൂല, ഫോട്ടോ പോലും കിട്ടില്ല, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്കിനി അടുത്ത ട്രിപ്പ് വരാമല്ലോ. ഇപ്പോൾ മനസ്സിലായല്ലോ ഇപ്പോൾ എങ്ങനെയാണ് സമയം കാര്യങ്ങളൊക്കെ വരേണ്ടതെന്ന്.
അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. 7 മണി കഴിഞ്ഞൊരു 7:15 ആകുമ്പോഴേക്കും അവിടെ ലൈറ്റ് ഷോ തുടങ്ങി. അതിന് മുന്നേ അവിടെ ഇങ്ങനെ ദീപാരാധന അല്ലല്ലോ, അവരുടെ ആരതി ഒഴിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് സെറ്റായി നോക്കിയാൽ നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ രോമാഞ്ചം വന്ന് നമ്മൾ എനിക്ക് നിന്നിട്ട് കൈയടിക്കുക എന്നൊക്കെ പറയില്ലേ, അതേ ഒരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തോ നമ്മൾ ഈശാ ടെമ്പിൾ കണ്ടു എന്ന് പറയാം. പക്ഷെ നമ്മളൊരു വട്ടം ഒന്നും കൂടി പോകണം കേട്ടോ, അതൊന്നും നമുക്ക് ഫുള്ളായിട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവിടെ നമ്മൾ ഉള്ളിലൊക്കെ കയറി തൊഴുതപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ താമരപ്പൂ തരുള്ളൂ എന്ന്. അപ്പോൾ എനിക്കൊരു വലിയ താമരപ്പൂ കിട്ടി, അമ്മയ്ക്ക് ചെറുതായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആകെ ക്ഷീണമായിട്ട് പിറ്റേ ദിവസം നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട വിധത്തിലായിട്ടുണ്ട്.